നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിന്റെ 1-ാം അധ്യായമായ സമവാക്യ ജോഡികളുടെ 19ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 18ാം പേജിലെ 6ാമത്തെ ചോദ്യം സംഖ്യകൾ ഏവ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു രണ്ടക്ക സംഖ്യ, അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. രണ്ടക്ക സംഖ്യ ഏത്? അപ്പോൾ രണ്ടക്ക സംഖ്യയ്ക്ക് നമുക്ക് ഒരു ഒറ്റയുടെ സ്ഥാനത്ത് ഒരു അക്കമുണ്ടാവും, 10ന്റെ സ്ഥാനത്തും അക്കമുണ്ടാവും. അപ്പോൾ രണ്ടക്ക സംഖ്യയുടെ ഒറ്റയുടെ അക്കം x, പത്തിന്റെ സ്ഥാനത്തെ അക്കം y ആയാൽ സംഖ്യ 10y + x ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവയുടെ അക്കങ്ങളുടെ 6 മടങ്ങാണ്. അത് നമുക്ക് വരാം. ഇനി അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അതെന്തായിരിക്കും? അത് നമുക്ക് എഴുതി നോക്കാം. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ. അപ്പോൾ x എങ്ങോട്ടേക്ക് പോവും? 10ാം സ്ഥാനത്തേക്ക് പോവും. y 1ാം സ്ഥാനത്തേക്ക് വരും. അപ്പോൾ രണ്ടക്ക സംഖ്യ 10x + y ആയിരിക്കും. അല്ലേ? ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിബന്ധനകളിലേക്ക് പോകാം. ഏതൊക്കെയാണ് നമ്മുടെ നിബന്ധനകൾ? ഒന്നാം നിബന്ധന, രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ, അതായത് 10y + x, രണ്ടക്ക സംഖ്യ എന്താണെന്നാ പറഞ്ഞത്? അക്കങ്ങളുടെ തുക എക്സും വൈയും കൂട്ടിയത് അതിൻ്റെ 6 മടങ്ങാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ നിബന്ധന. അതാദ്യം നമുക്ക് ലഘൂകരിക്കാം. അപ്പോൾ ഇത് 10y + x 6x + 6y. ഇനി നമുക്ക് y ഇങ്ങോട്ടേക്ക് എടുക്കാം. 10y - 6y എന്ത് കിട്ടും? 6x - x. അപ്പോൾ ഇവിടെ നമുക്ക് 4y എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 5x എന്ന് കിട്ടും. ഇനി നമുക്ക് y അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം ആ ഭാഗം എഴുതാം. 5x - 4y. ഓക്കെ, അങ്ങോട്ട് പോയാൽ സമം ഇത് അങ്ങോട്ട് പോയാൽ ഇവിടെ ബാക്കി 0. ഇത് നമ്മുടെ ഒന്നാമത്തെ നിബന്ധന അനുസരിച്ചുള്ള ഒന്നാമത്തെ സമവാക്യം. ഓക്കെ,
ഇനി നമുക്ക് രണ്ടാമത്തെ നിബന്ധന അനുസരിച്ച് എന്ത് കിട്ടുമെന്ന് നോക്കാം. രണ്ടാം നിബന്ധന അനുസരിച്ച് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ, അതായത് നമ്മുടെ 10x + y, അത് അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. അപ്പം നമുക്ക് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ, അത് സമം അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങ്, അക്കങ്ങളുടെ തുക x + y, അതിൻ്റെ 4 മടങ്ങ്, അതിനേക്കാൾ 9 കൂടുതൽ, +9. അപ്പോൾ നമുക്ക് 10x + y 4x + 4y + 9. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 10x + y - 4x - 4y 9. അപ്പോൾ 10xൽ നിന്നും 4x പോയാൽ 6x, ഇനി +y -4y. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4ൽ നിന്നും 1 കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് 3y എന്ന് കിട്ടും, വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ 6x - 3y എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 6നെ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം, 3നെ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം, 9നെ ഹരിക്കാം. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഇത് 2 പ്രാവശ്യം. അപ്പോൾ 2x മൈനസ് ഇത് ഒരു പ്രാവശ്യം, അപ്പോൾ 3. 2x - y = 3. ഇത് നമ്മുടെ സമവാക്യം 2. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സമവാക്യം 2നെ ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ്. 2x - y = 3. ഇനി ഇവിടെ എക്സിൻ്റെ ഗുണകം നോക്കുമ്പോൾ ഇത് അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് വൈനെ നോക്കാം. വൈയിൽ ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്. ഈ 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ 4y ആവും. അതുകൊണ്ട് സമവാക്യം 2നെ മൊത്തമായി നമുക്ക് 4 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ സമവാക്യം 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 2 × 4 8x, 1 × 4 4 -4y = 3 × 4 12. ഇതിനെ നമുക്ക് സമവാക്യം 3 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം 3 3 നോക്കുമ്പോൾ ഇത് 4y ആണ്, ഇത് 4y ആണ്. ഇവർ നമുക്ക് ക്യാൻസലായി പോകണം. അപ്പോൾ ചിഹ്നം ഒന്നായതുകൊണ്ട് നമുക്ക് എന്താണ് കൂട്ടാൻ പറ്റില്ല, അപ്പോൾ കുറയ്ക്കുകയാണ് വേണ്ടത്. ഏതാണ് കുറയ്ക്കേണ്ടത്? ഇവിടുന്ന് നമുക്ക് 8ന്ന് 2 കുറയ്ക്കാം, 12ന്ന് 3 കുറയ്ക്കാം. അപ്പം നല്ലത് സമവാക്യം 3 മൈനസ് സമവാക്യം 2. അപ്പം നമുക്ക് 8x - 2x എന്ത് കിട്ടും? 12 - 3. അപ്പം നമുക്ക് 6x എന്ന് പറയുമ്പോൾ അല്ല, തെറ്റിയിട്ടുണ്ടല്ലോ. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 8x, സോറി, സമവാക്യം 3ൽ നിന്നും സമവാക്യം 2 അല്ല കുറയ്ക്കേണ്ടത്, അവിടെ നമുക്ക് തെറ്റി. ഓക്കെ, സമവാക്യം 1 ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, സോറി കൂട്ടുകാരെ. അപ്പോൾ സമവാക്യം 3ൽ നിന്നും സമവാക്യം 1 ആണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ വെട്ടിയത് ശരിയാണ്. അപ്പോൾ 8x - 5x = 12 -
0. അപ്പോൾ നമുക്കിവിടെ 3x 12. അപ്പോൾ x 12/3. അപ്പോൾ എന്ത് കിട്ടും? x 4 എന്ന് കിട്ടും. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? x = 4 എന്ന് സമവാക്യം 1 ഉപയോഗിക്കാം. 1 കൊടുത്താൽ 5x, അപ്പം 5 × 4 മൈനസ് 4y 0. അപ്പോൾ 20 മൈനസ് 4y 0. അപ്പോൾ ഈ മൈനസ് 4y അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4y. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ y ആദ്യം എഴുതാം. ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 20/4. അപ്പോൾ y എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ സംഖ്യ കിട്ടും. സംഖ്യ എന്തായിരിക്കും? ആയതുകൊണ്ട് 2 അക്ക സംഖ്യ 10 × 10y 10y + x 4. അപ്പോൾ 50 + 4 54. ഓക്കെ. അപ്പോൾ നമ്മുടെ 2 അക്ക സംഖ്യ എന്ത് കിട്ടും? 54 എന്ന് കിട്ടും. ഓക്കെ. ഇനി അത് ശരിയാണോ എന്ന് നോക്കൂ. അപ്പോൾ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിയായിരിക്കും. x എത്രയാണ്? 4. അപ്പോൾ 5 × 4 20 മൈനസ് 4 × 5 20. അപ്പോൾ 0. ശരിയാണ്. ഇനി രണ്ടാമത്തെ സമവാക്യത്തിൽ 2 × 4 അപ്പോൾ എത്രയാ? 8 മൈനസ് y എത്രയാണ്? 5. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ 1-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ പ്രോബ്ലം, അതായത് 7-ാമത്തെ ചോദ്യം, പേജ് 18-ലെ 7-ാമത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.